വാർത്തകളിലേക്ക്. കോട്ടയത്ത് ഭർത്തൃ വീട്ടിൽ ആഭിചാരക്രിയയുടെ പേരിലുള്ള പീഡനത്തിൽ ഭർത്താവും ഭർത്തൃപിതാവും ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ആഭിചാരക്രിയയ്ക്കിടെ യുവതിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു. യുവതിക്ക് മദ്യം നൽകുകയും ബീഡി വലിപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ചെയ്തു. തിരുവഞ്ചൂരിലാണ് ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കളെ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ആഭിചാരക്രിയ നടത്തിയത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേർന്നു. ജോസി, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്? അനീഷ, ഈ മാസം 2-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ മനോനില തകരാറിലായതിനെ തുടർന്ന് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ മണർകാട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് തിരുവഞ്ചൂർ കേന്ദ്രീകരിച്ചാണ് ഈ ആഭിചാരക്രിയയും ഇത്തരത്തിലുള്ള ക്രൂര ശാരീരിക പീഡനങ്ങളും ആഭിചാരക്രിയയുടെ മറവിൽ നടന്നത്. ഈ 1-ാം പ്രതിയായ ആഭിചാരക്രിയ നടത്തിയ ശിവദാസ് എന്ന തിരുവല്ല സ്വദേശിയാണ് 1-ാം പ്രതി. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ യുവതിയുടെ ഭർത്താവ് അഖിൽ, പിതാവ് ദാസ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മണർകാട് പോലീസാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ കൂട്ടുപ്രതിയായ യുവതിയുടെ ഭർത്തൃമാതാവ്, അതായത് ഈ അറസ്റ്റിലായ അഖിലിന്റെ മാതാവ് അടക്കമുള്ളവർ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലുള്ളത്. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ തുടർച്ചയായി ഈ യുവതിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. ആഭിചാരക്രിയയുടെ പേരിലായിരുന്നു ശാരീരികമായ പീഡനങ്ങൾ. അതിനിടെ അവർക്ക് മദ്യം നൽകുകയും ഭസ്മം തീറ്റിക്കുകയും ബീഡി വലിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നും എഫ്ഐആറിലുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് വൈകിട്ട് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പും മറ്റു നടപടികൾക്കുമായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മണർകാട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ യുവതിയുടെ ഭർത്താവ് അഖിൽ തിരുവഞ്ചൂർ സ്വദേശിയാണ്. ഇവർ പ്രണയ വിവാഹിതരായതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാക്കൾ കയറിയിട്ടുണ്ട്. അതിനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രിയകൾ നടത്തിയതെന്നാണ് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. എത്ര കാലമായി ഇത്തരത്തിൽ പീഡനം ആരംഭിച്ചിട്ട്? അതേ സംബന്ധിച്ച് എന്തെങ്കിലും കുടുംബം പറയുന്നുണ്ടോ ഈ പരാതിയിൽ ഉൾപ്പെടെ? ഈ 1 വർഷത്തിനിടെയാണ് ഇത്തരത്തിൽ ഇവരുടെ വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു. യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ ആഭിചാരക്രിയയുടെ മറവിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നടപടികൾ അരങ്ങേറിയത്. എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും വേഗത്തിൽ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. കാരണം 1-ാം തീയതി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. ഇത്തരത്തിൽ യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ യുവതിയെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം യുവതിയുടെ മനോനില തെറ്റിയ നിലയിലാണ് എന്ന് കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ യുവതിയുടെ പിതാവും കുടുംബാംഗങ്ങളും ചേർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം മണർകാട് പോലീസിലുമാണ് പരാതി നൽകിയത്. വേഗത്തിൽ ഈ കേസിൽ നടപടി സ്വീകരിച്ചു എന്നാണ്, പരാതി ലഭിച്ചതിന് പിന്നാലെ സ്വീകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസിൽ എഫ്ഐആറിൽ പറയുന്നത് പ്രകാരം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ യുവതിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം അവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും അവർക്ക് മദ്യം നൽകുകയും ഭസ്മം തീറ്റിക്കുകയും ചെയ്തു. അതോടൊപ്പം അവരെ കൊണ്ട് ബീഡി വലിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പീഡന മുറകൾ അരങ്ങേറിയത്. തിരുവല്ലയിലുള്ള മുത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന മുത്തൂർ സ്വദേശിയായ ശിവദാസനാണ് കേസിലെ 1-ാം പ്രതി. ഇയാളാണ് ആഭിചാരക്രിയകൾക്ക് നേതൃത്വം നൽകിയത്. കൂടാതെ അഖിൽ എന്ന യുവതിയുടെ ഭർത്താവ്, അഖിലിന്റെ പിതാവ് ദാസ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇങ്ങനെ ആകെ 3 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ യുവതിയുടെ ഭർത്താവിന്റെ മാതാവ് അടക്കമുള്ള കൂട്ടുപ്രതികളൊക്കെയും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വീട് കേന്ദ്രീകരിച്ച് കൂടുതൽ ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേസ് എടുത്തതിന് പിന്നാലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു എന്നത് പോലീസ് നേട്ടമായി തന്നെ പറയുന്നുണ്ട്. അനീഷ്.